ഹലോ ഗായ്സ്, നമ്മളിന്ന് ബസ്സിൽ ട്രിപ്പ് പോവാണ്. നമ്മുടെ പുതിയ ബസ്സാണ് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇത് കിട്ടിയത്. അയ്യോ, വണ്ടി ഇടിച്ചല്ലോ, പ്രശ്നമില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ പോകണമെന്ന് ഏതാ ബാലിക്ക് ഒറ്റയാണ് പോണ്. വണ്ടി തണ്ണിയും കൊണ്ടുപോകണം. ഒരു ഫാമിലീനെ കേട്ടോ കൊണ്ടുപോകണം. നമ്മൾ കോളേജുള്ളവരൊന്നുമില്ല, ഒരു ഫാമിലീനെ ആണ് നമ്മൾ കൊണ്ടുപോകണേ. നമ്മുടെ വണ്ടിയിൽ ലൈറ്റൊക്കെ കണ്ടിട്ടാണ് അവർ പിടിച്ചേക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൂട്ടുകാരൻ അവനെ പറ്റുകയാണെങ്കിൽ ഒന്ന് പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അവ എവിടെയാണ് നിൽക്കണേന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട്. ഓക്കെ, അവനെ പിക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കാരണം എൻ്റെ ബസ് ഇപ്പം ഞാനല്ല ഓടിക്കാൻ മുണിഞ്ഞ് ഇനി തൊട്ടിട്ട് ഞാൻ വേറെ വണ്ടികളൊക്കെ എടുക്കും. അപ്പോൾ അവനും കൊടുക്കും വണ്ടി ഓടിപ്പിക്കാൻ. കാശ് എനിക്ക് കിട്ടും, അതിൽ സാലറി ആയിട്ട് അവനും കൊടുക്കും. അങ്ങനെയാണ് സംഭവം. ഓക്കെ, വണ്ടിയുടെ പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലെയാണ് പണി കഴിച്ചത്. പക്ഷേ നല്ല കാശ് ഫുള്ള് പൊട്ടി. പെട്രോൾ 43 ലിറ്റർ. ഇവിടെ എവിടെയായിട്ടാണ് നിൽക്കാന്ന് പറഞ്ഞത്. ഞാൻ അവനൊന്ന് പിക്ക് ചെയ്യട്ടെ. പിക്ക് ചെയ്തിട്ട് കാണാം. ഒരു മിനിറ്റ് കേട്ടാ. ഇവിടെയാണോ ഇനി അറിയില്ല, ഞാനൊന്ന് പിക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, കുറേ നേരത്തിന് ശേഷം ആൾ വന്നിട്ടുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, അവനാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ആ ഫാമിലീനെ എടുക്കാനാണ്. ഓക്കെ ഓക്കെ ഏട്ടാ. അന്നപ്പോൾ ഇത്രയും നാൾ ബസ്സിലെത്ത സമയത്ത് എന്താ വർക്ക് ചെയ്യണേ? ഞാൻ വേറെ കാറിൻ്റെ ടാക്സി ഡ്രൈവിംഗ് ഒക്കെ ചെയ്തതാ. ഗൈസ്, ഇവൻ്റെ കൂടെ പണ്ട് പഠിച്ചതാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴാണ് കാണുന്നത്, കോണ്ടാക്ട്സ് കിട്ടിയിട്ട. ഒരു ദിവസം ഞാൻ മാളിക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ കണ്ടതാണ് ഇവനെ. അമ്മേ, ട്രാഫിക്കാണ് കേട്ടോ. ട്രാഫിക്ക് ഇതേതാ, വൺ വേയാ? ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ലുക്ക് ഗൈസ്. ഞാൻ മറ്റേ സെഡസ്ട്ര എടുത്തില്ല കേട്ടോ, Z1 എടുത്ത്. എല്ലാവരും ഇപ്പോൾ അതന്നെ എടുക്കണേ. ഏത് സെഡസ്ട്ര എടുത്തിട്ട് എനിക്കിപ്പോൾ ഇഷ്ടം Z1 ആണ്. Z1 ആണ് അതിൻ്റെ ഒരു രസം കേട്ടോ. Z1 ആണ് വൈബ്. ഇത് ഞാൻ എന്താ പറയുക, മലപ്പുറം എൻ്റെ കൂട്ടുകാരനെ നിർത്താണ്. ടാക്സി ഡ്രൈവിംഗ് ഒക്കെ പോകുമ്പോഴേ കുറേ പേരെന്നെ കാണും. എന്താ റെഡ് ലൈറ്റ് ആയിരുന്നു? അയ്യോ, കുഴപ്പമില്ല, എന്തായാലും പോവാ. ഞാൻ ഓർമ്മിപ്പിക്കേണ്ടിയൊന്നുമില്ല എന്തായാലും. ആടാ അമ്മയുണ്ട്. ഒരു വിലയൊക്കെ താട്ട നമുക്ക്. ആടെ തെണ്ടാ ഇനി അടുത്ത വണ്ടി എടുക്കണില്ലേ? ഞാൻ എടുത്തോണ്ട് ഈ അതൈനി അന്നപ്പം അങ്ങനെയൊക്കെ ആവും. ഓക്കെ, നമ്മൾ ഇവിടെ എവിടെയായിട്ടാണ് നിൽക്കണം പറഞ്ഞ്. ഇവിടെയാണോ അപ്പുറത്താണ് തോന്നുന്നു. ഒന്ന് നോക്കാം. അപ്പുറത്ത് തന്നെയാണ്. ഓക്കെ, ഇവിടെയായിട്ട് അവർ നിൽക്കുന്നുണ്ട് കേട്ടാ. ഇവരെന്തത് വ്ളോഗേഴ്സൊക്കെ ഉണ്ടോ? ഓക്കെ, നമ്മളിവിടെ വന്നിട്ടുണ്ട്. ആൾക്കാർ കയറട്ടെ കേട്ടാ. അങ്ങനെ കയറി. നമ്മളിനി കുറച്ച് ദൂരം പോകണം. അവരെന്താ അടുത്ത് എവിടെ ട്രിപ്പ് പോവാണ്. ഇവിടെ ട്രിപ്പ് കിട്ടാ എന്നിട്ട് ഏതൊരു വലിയ സ്ഥലത്തേക്കാണ്. ഓക്കെ, എവിടെയും തട്ടാണ്ട കൊണ്ടുപോകണം സൈഡൊക്കെ. ഓക്കെ, എടാ നീ രാവിലെ എന്തെങ്കിലും കഴിച്ചാ? എന്താ രാവിലെ എന്തെങ്കിലും കഴിച്ചാന്ന്? ഞാൻ ദോശ കഴിച്ചു. നീയൊന്നും വേണ്ടല്ലോ. അല്ല ഞാൻ ദോശ 2 കഴിച്ചുള്ളൂ. അപ്പോൾ വേണ്ടല്ലോ അല്ലേ? അല്ല വേണ്ടല്ലേ. വെറുതെ പറഞ്ഞടാ, ഞാൻ മേടിച്ചെന്നുണ്ട്. എനിക്കറിയാം മേടിച്ചിരുന്നു. അപ്പോൾ ഗൈസ്, അടുത്തൊരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറ്റണം. അപ്പോൾ ഇവിടുന്ന് പോവാട്ടോ. റെഡ് ലൈറ്റാണ്.
ചേടാ വണ്ടിക്ക് എന്തായാലും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മേ ഈശ്വരാ, എനിക്ക് ഒരു BMW എടുക്കണം. അണ്ണാ BMW ആടാ, ഞാൻ എടുക്കൂടാ, നടന്നാ തന്നെ. അല്ലെങ്കിൽ ഈ ഏതെങ്കിലും കാർ എടുത്തിട്ടുണ്ടാ? അത് ബൈക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. ബൈക്ക് ഏതാ? ആക്റ്റീവ. ബൈക്കല്ല, സ്കൂട്ടി അല്ലേ. അതിനിപ്പോൾ എന്താ ബൈക്കെന്ന് പറയാനോ, 2 വീലറല്ലേ. ആ മണ്ട അതിന് സ്കൂട്ടി എന്ന് പറയണ്ടേ. ഏയ് പാട്ടൊക്കെ വെച്ച് കൊടുക്കുക ആൾക്കാർക്ക്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആർക്കാ പാട്ടൊക്കെ ഉണ്ട് വെച്ചാൽ ആരുടെയെങ്കിലും ഫോൺ വാങ്ങിയിട്ട് ബസ്സിൽ കണക്ട് ചെയ്യും. അല്ലെങ്കിൽ അവരിഷ്ടമുള്ള പാട്ട് പറഞ്ഞാൽ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ അണ്ണാ അവർക്ക് സിനിമ മതിയെന്ന്. സിനിമയാ? എന്നാ സിനിമ വെച്ചോ. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് ദൂരം പോയിട്ട് വരാം കേട്ടോ. ഗൈസ് ഞാൻ പറഞ്ഞതും ഇവിടെ ഒരു അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടേക്ക് കയറ്റാനാണ്. പെട്രോൾ തീരില്ല, അപ്പം എന്തായാലും പെട്രോൾ അടിച്ചിട്ട് വരാം. അപ്പം ഗൈസ് പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ പോകണം. ഓക്കെ, ഇവിടുന്ന് തിരിക്കാൻ നല്ല പാടാണ്. അയ്യോ ഗൈസ്, ഇതെന്ത് കഷ്ടമാണ്. തട്ടി ഇല്ല തട്ടില്ല. ഇല്ല ഓക്കെ, സെറ്റായി. ജസ്റ്റ് സെറ്റ് തട്ടേണ്ട തട്ടേണ്ടതാണ്. നമുക്ക് നേരെ പടച്ച് പോവാം. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിട്ടോ പോവാറ്. അതെവിടെ ഉറങ്ങിയ എന്തേലും ആവട്ടെ. അപ്പോൾ നമുക്ക് ഇനി വേഗം പോവാം. അയ്യോ ട്രാഫിക്. അപ്പം എന്തായാലും കുറച്ചധികം ദൂരം പോയിട്ട് വരാം കേട്ടോ. അപ്പം ഗായ്സ് നമ്മൾ ഇവിടെ എത്തിയിട്ടില്ല, ഇനിയും കുറച്ചധികം ദൂരം ഉണ്ടെന്നാണ് തോന്നണേ. എന്തായാലും കാണാൻ പറ്റിയ സ്ഥലമൊക്കെ എത്തി. നല്ല കാഴ്ചയുള്ള സ്ഥലമൊക്കെ എത്തി. അമ്മേ ഇടിച്ച് എവിടെ നോക്കിയാടാ വരണേ. പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല, ചളിയായിരുന്നു കൈ കാണണേ. വണ്ടി പോണില്ല. പെട്ട് അമ്മേ, ഇതെന്തത്? റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിട്ടാ. ഞാൻ ഒന്ന് ഇടയിൽ കൂടെ എടുക്കാൻ പറ്റുമോ അറിയത്തില്ല, നോക്കാം. ഞാൻ റൈറ്റ് എടുക്കട്ടെ. ഇവിടെ ഒരു മതിലുണ്ട്. പെട്ടടാ, പെടും. എന്തായാലും തട്ടിക്കളഞ്ഞിട്ട് വേണ്ട പോവാൻ. അടുത്ത് തിരിച്ച് കുഴപ്പമില്ല, നമുക്ക് പോവാൻ. എന്തായാലും ഗൈസ് നല്ല സ്ഥലങ്ങളൊക്കെ എത്തിയിട്ടാ. അപ്പോൾ അവിടെ അടുത്തുള്ള ഹോട്ടൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറക്കണം. ഹോട്ടൽ എന്തെങ്കിലും കണ്ടാൽ ഇറക്കാം. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും അറിയില്ല. എന്താ ഹോട്ടലാണോ? വീടാ ഇത്? ഹോട്ടലല്ല. പിന്നിൽ ഫുള്ള് വണ്ടിയുണ്ട്. ഹോട്ടലാണോ ഇതാണ്? അല്ല, സൂപ്പർ മാർക്കറ്റ് എന്താണ് തോന്നുന്നുണ്ട്. ബാലിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബാലി എത്തിയിട്ടില്ലേ തോന്നുന്നു, അറിയില്ല, നോക്കാം. എവിടെ ഹോട്ടലില്ല? എവിടെ നീ അറിയില്ല. അമ്മ അവർക്ക് വിശക്കണമെന്ന്. അവിടെ ഞാൻ ഹോട്ടലിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പം ഗൈസ് നമ്മൾ എവിടെ നിർത്തുക? ഇത് ഹോട്ടലാണോ അമ്പലാണോ? ഇതൊക്കെ ഒരു ഇത് ഇവിടെ സൂപ്പർ മാർക്കറ്റ് കിട്ടിയാൽ നിർത്തിയാന്ന് ചോദിച്ചു നോക്കുക. അവിടെ എന്തെങ്കിലും കഴിക്കാനുള്ളത് വാങ്ങിക്കോറ. മതി ഇത്ര. ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റ് നോക്കേണ്ടി വരില്ലേ? ഇവിടേക്കല്ല, ടിന്നിട്ടോണ്ടൊന്നും കാണാനില്ല. ലെഫ്റ്റിലൊക്കെ ടിന്നിട്ടുണ്ട്.
സൂപ്പർ മാർക്കറ്റ് എന്തെങ്കിലും കഴിക്കാനുള്ള സാധനങ്ങൾ കിട്ടാനുള്ള സ്ഥലം കണ്ടാൽ മതി, പിന്നെ സമാധാനമായി. ഇവിടെ റോഡ് ബ്ലോക്കടി സ്റ്റോപ്പാ. സ്ഥലം എത്തിയെന്ന് തോന്നുന്നു. ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് തോന്നണേ. ആ സ്ഥലം എത്തിയിട്ടാ, നമ്മുടെ സ്ഥലം എത്തി. അല്ല എടാ, നമ്മുടെ വണ്ടിയുടെ പിന്നിലില്ലേ ഇഡ്ഡലി ദോശയുടെ പാക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ? ആ ശരിയല്ല അണ്ണാ, ഒരു കാര്യം ചെയ്യ്, സ്ഥലം എത്തിയില്ലേ? എന്തായാലും എടുത്തോ ആണ്ണാ, നിർത്ത്. ഗൈസ് ഇവിടെ നിർത്താണ് നമ്മള്. ആൾക്കാരൊക്കെ ഇറങ്ങാനുണ്ടാ. ഇവിടെ ഇപ്പം എന്തത്ര കാണാനും എനിക്കൊന്നും അറിയില്ല. ഒന്ന് ഇറങ്ങിപ്പോയി നോക്കാം. എവിടുന്നൊക്കെയാണ് ചാടി വരുന്നേ? ആഹാ, ടാക്സി ഡ്രൈവർ. ഞാൻ ഒന്ന് പോയി നോക്കി നോക്കട്ടെ അവരെങ്ങോട്ടാ പോണു. അല്ല, കുറേ പേര് അങ്ങോട്ട് പോണു. ഹായ് 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 ഓയ്, നിങ്ങളെങ്ങോട്ടാ? ഹോട്ടലിലേക്കാ? ഉണങ്ങ്. ശരി എന്നാ, ഇപ്പം അവരുടെ അടുത്തേക്ക് പോവാം. അമ്മ ഹലോ മച്ചാനെ, എടാ എൻ്റെ വ്ലോഗൊന്ന് മാറിക്കടോ. അവിടെ സൊറ, ഇപ്പം എങ്ങട്ടാ? അവന്മാരെങ്ങട്ടാ പോണ്? ഏട്ടാ നിങ്ങളെങ്ങട്ടാ? ഇവിടെ അടുത്തായിട്ട് സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ മുന്നിൽ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാൻ വണ്ടിയിലുണ്ടാവും കേട്ടോ. കഴിഞ്ഞാൽ വിളിച്ചാൽ പറഞ്ഞാൽ മതി. ഓക്കെ ഓടോ. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയിൽ വരുന്നുണ്ട്. ഫോൺ നോക്കിയാൽ പത്രം വായിക്കുക എന്തെങ്കിലും ചെയ്യാം. അവനവിടെ, അവൻ പുറത്തു പോയാ? ഒന്ന് വിളിച്ചു ചോദിച്ചോട്ടെ, അല്ല നോക്കി നോക്കട്ടെ. അവൻ പോയി, പുറത്തു പോയി. ഞാൻ വണ്ടിയുടെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ നോക്കട്ടെ. അപ്പോൾ ഒരു മിനിറ്റ് അപ്പോൾ കാണിച്ചു തരാം. ഉൾഭാഗമൊക്കെ എങ്ങനെയാണുള്ളത്? ഓക്കെ അല്ലേ? ഓക്കെ ഗൈസ്, നമ്മളിനി വെയിറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഗൈസ് എല്ലാവരും കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വ്ളോഗറൊക്കെ കയറുന്നു. ഇപ്പം എല്ലാവരും കയറിയിട്ട് വരാം. എല്ലാവരും ഇപ്പോൾ കയറിയിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ. ഇപ്പോൾ സെറ്റാണ്. നമുക്ക് എന്തായാലും ഇനി മെല്ലെ പോവാം. ഇപ്പോൾ ഇവിടെ എന്താ കാണാനുണ്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല. ഇതിന് നമ്മൾ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നു. ഞാൻ അടുത്തെവിടെ സ്ഥലമുണ്ട് വേറെ, അതിവിടെയാണോ അതറിയില്ല. ഇനി തിരിച്ചു പോകണോ അറിയില്ല. കുറച്ചധികം പോവാണ്ട് തോന്നുന്നു. അയ്യോ, ഞാൻ അടുത്ത സ്ഥലം ഇവിടെ ആയിട്ടാ വരിക ഉണ്ടാവുക. ഓക്കെ അപ്പം നമ്മൾ എന്തായാലും കുറച്ച് ദൂരം ഇനി പോകണം എന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ. അവിടെ നമ്മൾ എത്ര പോകണം? എന്നാൽ കുറച്ചുകൂടി പോകണ്ടാ. നിന്നിട്ട് മൂത്ത ഞാൻ സോറി അണ്ണാ. ഇപ്പം ഒരുമിച്ച് പഠിച്ചാറുണ്ട് അല്ല, അവനായിട്ട് 1 വയസ്സ് മൂത്താണ് ഞാൻ. എന്തായാലും ഞങ്ങോട്ട് എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പം ഗൈസ് ഇനി എങ്ങോട്ട് പോവില്ല എന്നാണ് പറഞ്ഞത്. ഇനി അവരെ തിരിച്ച് വീട്ടിലേക്കാക്കണം. അതിന് ഇനി എത്ര ദൂരമുണ്ടെന്ന് അറിയില്ല. അപ്പം മാപ്പൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. കുറച്ച് ദൂരെയാണെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ എത്തിയിട്ട് കാണും. ആഹാ, അത്യാവശ്യം ദൂരമുണ്ട്. എന്നാലും നമുക്ക് പടച്ചു വിട്ട് കഴിഞ്ഞാൽ അത്രയും ദൂരം എടുക്കില്ല. ഞാൻ പടച്ചു വിട്ട് എന്തായാലും അവിടെ എത്തിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അവിടെ എത്തണ്ട, കുറച്ച് അടുത്തായിട്ട്. ഓക്കെ ബൈ. അപ്പം ഗൈസ് ഇവിടെ എവിടെയായിട്ടാണ് തന്നെ കേട്ടോ. ഈ ഇന്നോവക്കാരൻ കുറേ നേരം അതിലോളാ. ആ മഞ്ഞൊന്ന് ഇറങ്ങി പൊട്ടിക്കട്ടെ. വണ്ടി എത്തിയരാ, ഈ പൊട്ടിക്കോ? ആണോ, ഞാൻ പൊട്ടിക്കും. ഞാൻ നിർത്താം. 1 മിനിറ്റ് കേട്ടോ, ഞാൻ ഒന്ന് കയറ്റി നിർത്തട്ടെ. നല്ല ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അണ്ണ വേണ്ടണ്ണ, ഞാൻ ഒരു തമാശ പറയണല്ലോ അണ്ണാ, അങ്ങനെ സീരിയസ് ആക്കല്ലോ അണ്ണ. സിഗ്നൽ ആടാ, ഇങ്ങനെയും നിന്നോണ്ട് ഉപകാരം ഉണ്ടല്ലോ. അണ്ണ അത്രയും ബുദ്ധി കൂടിപ്പോയില്ലേ. ആടാ സിഗ്നൽ വേണമല്ലോ എൻ്റെ ബുദ്ധി. ഇപ്പം ഇക്കും കണ്ണൊക്കെ ഉണ്ട്. അന്നെന്താ പറയാ, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയാടാ അതൊക്കെ ശ്രദ്ധിക്കണം. എന്നാ വണ്ടി ഓടിക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണ്ടെണ്ണ. ഒരെണ്ണം കാര്യമുണ്ട്. അതാ സബ്ജക്റ്റ് എടു പോവാ. ഗ്രീൻ ലൈറ്റ്. അണ്ണ യൂബർ ഡൊണാൾഡോ മക്ഡൊണാൾഡ്സ് അല്ലേ? ആടെ ഇവിടെ യുവർ ഡൊണാൾഡോ അങ്ങനത്തൊക്കെ പേരുള്ള അണ്ണ. അണ്ണ നമ്മൾ എത്താറായില്ലേ? ആടെ എത്തും. അണ്ണ എനിക്ക് വേഗം വീട്ടിൽ പോകണം കേട്ടോ. എടാ മണ്ട, ഇത്രയും നേരം ടൂറുള്ള സമയത്ത് എനിക്ക് വീട്ടിലേക്ക് ഒന്നും പോകണ്ട അണ്ണ. അത് പിന്നെ ടൂർ ഒരു ഫ്ലോക്ക് വരില്ലേ? ആടാ ടൂർ ഫ്ലോക്ക് വരും തന്നെയാണ്. എടാ മണ്ട, ടൂർ വന്നാലും പെട്ടെന്ന് വീട്ടിൽ പോകണം എന്ന് എന്തെങ്കിലും അറിയാം. ഒന്ന് എൻജോയ് ചെയ്യും അണ്ണ. അപ്പം എന്തായാലും ടൂർ കഴിഞ്ഞല്ലോ. ഇനിയും ഉണ്ട് നാളെ. അണ്ണനും വല്ല പ്രാന്തമുണ്ടോ? നാളെ ഇത്തിരി ലോങ് ആണെന്നാണ് തോന്നണത്. അല്ലെങ്കിൽ നാളെ ഇല്ല എന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ, ലിസ്റ്റ് എപ്പോഴാണെന്നും തന്നിട്ടില്ല. അണ്ണന് വെയ്യട്ടോ, ഞാൻ ഇല്ല കേട്ടോ. എന്താ ഈ വരാത്ത? അപ്പം എൻ്റെ ഒരു 1000 രൂപ കുറഞ്ഞു കേട്ടോ. എന്തോണ്ണോ അങ്ങനെയാണ്? എന്നാ വരണം ആണോ? അപ്പം ഗൈസ് നമ്മളിവിടെ അടുത്തെത്തി. അപ്പോൾ നാളെ ഞാൻ BMW എടുക്കണോ? അണ്ണാൻ്റെ ഇഷ്ടം. അതോ ലാൻഡ് ക്രൂസർ എടുക്കണോ? കമൻറ്റ് ചെയ്യട്ടാ. കമൻറ്റ് ചെയ്യില്ലെന്ന് അറിയാം, കാണുന്നവർ മാക്സിമം നോക്ക്. ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തിട്ടോ. അണ്ണാ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ പറയണില്ലേ? ഗുഡ്. ഇപ്പോഴും നല്ല ഉപകാരം ഉണ്ടായി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് ഫോൺ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഹെഡ്സെറ്റും ലാപ്ടോപ്പിലാണെങ്കിൽ കയറ്റാനും പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അത് മാത്രമേ പറയുന്നുള്ളൂ. അണ്ണം പറയണ പോലെ എല്ലാം ചെയ്യണം. എടാ നീ പറഞ്ഞ അവർ ചെയ്യില്ലടാ. എന്താണ് അങ്ങനെ ഒരു ടോക്ക്? അമ്മേ അണ്ണ ഒന്ന് ശ്രദ്ധിച്ച് ഓടിക്കണ്ണ. സോറിയടാ, പെട്ടെന്ന് വണ്ടിയൊന്നും നമ്മളെന്ത് ചെയ്യാ. അണ്ണ റെഡ് ലൈറ്റ് ആയിരുന്നു. കുഴപ്പമില്ലടാ, നമുക്ക് എന്ത് റെഡ് ലൈറ്റ് തോന്നിയ നിർത്തണം. ഇതണ്ണ വേറെ യൂഡോണാൾട്ട്. അപ്പോൾ സ്ഥലത്തിട്ട ഗൈസ്. അണ്ണാ സ്ഥലത്തി ഗൈസ്. അണ്ണാ എന്താ ഞാൻ പറയണൊന്നും കേൾക്കണില്ലേ? എനിക്ക് കേൾക്കാൻ സൗകര്യമില്ല. അണ്ണാ എന്താ ഉണ്ടാണ്ടിരിക്കും, ഇവരെ ഇറക്കട്ടെ. അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.